വിഷമോ ശക്തി ബ്രോണല്ലേ എടുത്ത് തന്നേക്കുന്നേ? ഇപ്പൊ എത്ര വർഷമായിട്ട് എടുത്തിരുന്നുണ്ട്? അഞ്ചാമത്തെ തവണയായിട്ട് ഇവിടെ നിന്ന് എടുക്കുന്നത്. എങ്ങനെയുണ്ട് ശക്തി ബ്രോയുടെ എക്സ്പീരിയൻസ് ഉണ്ട്? ശക്തി ബ്രോനെ വിളിച്ചിട്ട് നമ്മൾ വരുള്ളൂ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ തൃപ്തിയുള്ളു. ഇപ്പൊ മറ്റേ ബ്രോ ആദ്യമായിട്ടാണോ? ശക്തി ബ്രോ ആദ്യമായിട്ടാണ്. ഇപ്പൊ അഞ്ചാമത്തെ തവണയാണ് ഇപ്പൊ ഇവരെടുക്കുന്ന പശുക്കളെല്ലാം നല്ല അടിപൊളി കന്നി പശുക്കൾ കേട്ടാ. എല്ലാം കന്നി നല്ല ഹെവി സൈസ് പശുക്കളാണ് എടുത്തിട്ടുള്ളത്. പശുക്കൾ കിട്ടുമോ? ഇവിടെ എല്ലാ റേഞ്ചിലും കിട്ടും. ഏറ്റവും കുറഞ്ഞത് നമുക്ക് എത്ര രൂപ മുതൽ പശു കിട്ടും? ഒരു 35,000 മുതൽ 1 ലക്ഷം രൂപ വരെ ഉണ്ട്. 35,000 മുതൽ 1 ലക്ഷം വരെയുള്ള പശു കിട്ടും. ശക്തിനാ വണക്കാണാ, എപ്പടി ഇருக்கு? ഹാപ്പി ന്യൂ ഇയർ ആണോ? ഇത് നമ്മുടെ എന്താ മാർക്കറ്റാണോ? ഈറോഡ് മാർക്കറ്റിൽ ഇന്ന് ടോട്ടൽ എவ்வளോ മാട് വാങ്ങിയിരിക്കുക? 36 മാട് വാങ്ങിയിരിക്കുക. നമ്മുടെ ഈ ഫ്രണ്ടിൽ ബാക്കിൽ നിൽക്കുന്ന പശുക്കളാണല്ലേ വാങ്ങിയല്ലേ? ഫുള്ള് നിൽക്കുന്ന 36, ഈ ഒരു ലൈനിൽ നിൽക്കുന്ന 36 പശുക്കളാണ് ഇന്ന് നമ്മൾ ഈറോഡ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. നമുക്കിപ്പോ ഓരോ പശുക്കളുടെ പരിചയപ്പെടണം. ഇപ്പൊ ആദ്യം കാണുന്നതാണ് ഈ പശുക്കൾ എങ്ങനെയാണോ പറഞ്ഞാ? HF അതിന് പല്ല് എത്രയാണ്? പല്ലെന്ന് കാണിക്കണോ? നാല് പല്ലാണത്. കന്നി പശുവാണല്ലേ? എത്ര ദിവസം ഉണ്ടാകും പ്രസവിക്കാൻ? എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്കതിന്? 18-20 ഒരു ദിവസം പ്രതീക്ഷിക്കും കന്നിയില്. അതിന് എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട്? 82,000 വന്നിട്ടുണ്ട്. ഈ കാണുന്ന പശുവാണോ? ഇത് ഒരു 80,000 റേഞ്ചിൽ വന്നിട്ടുണ്ട്. എത്ര പാല് പ്രതീക്ഷിക്കണത്? ഇത് ഒരു 25 വരെ കിട്ടും. 25 വരെ കിട്ടും. എത്ര പല്ല് പ്രായമാണ് അത്? 8 പല്ലായിട്ടാ. 8 പല്ലായിട്ടുണ്ട്. വില എന്ത് വന്നിട്ടുണ്ട്? 82. ഈ കാണുന്ന പശുവാണോ? ഇത് കുട്ടി മാടുന്ന കന്നി പശുവാണ്. എത്ര പല്ല് പ്രായമാണോ? രണ്ടാമത്തെ പ്രസവമാണ്. 69,000 രൂപ. പ്രസവിച്ച പശുവാ? പ്രസവിച്ച പശു. എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്കിത്? ഇത് ഒരു ദിവസം 18-20 കിട്ടേണ്ട. അതിനൊരു 18-20 പ്രതീക്ഷിക്കും. പ്രസവിച്ചതാണ്. കുട്ടിയുണ്ട്. 62,000 രൂപയാണ്. ഒരു മീഡിയം ടൈപ്പ് പശുവാണ് കേട്ടോ. ഈ കാണുന്നതാണോ? അത്യാവശ്യം വലിയ സൈസിൽ. ഇത് 4 പല്ലേട്ടാ. 4 പല്ലിൽ കന്നി പശു. എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്കത്? ഇത് ഒരു മാക്സിമം ഒരു 18 ഒരു 20 കിടക്കും. 18-20 പ്രതീക്ഷിക്കാം. എന്ത് വിലയായിട്ടുണ്ടോ നമുക്ക്? അത് എന്ത് വിലയായിട്ടുണ്ട്? ഇത് ഇതെല്ലാം പാത്തീங்கன்னா മാക്സിമം ഒരു 90 റേഞ്ച്. 90 റേഞ്ചിൽ വന്നിട്ടുണ്ട് കന്നി പശുക്കൾ. ഇത് പറഞ്ഞു ഇത് 3 കന്നി പശുക്കൾ. ഇത് 3 കന്നി പശുക്കളാ? ഇത് 3 കന്നി പശുക്കൾ. പ്രസവിച്ച പശുക്കളാണോ അതോ അണത് ചനയാണോ പ്രസവിച്ചെടുക്കാം? 2 പ്രസവിച്ചിട്ടുണ്ട്. ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്ക്? ഒരു 20 ലിറ്റർ കിടക്കും. 20 ലിറ്റർ പ്രതീക്ഷിക്കാം. കന്നിയില് നല്ല കാമ്പ് മടിച്ചിട്ടൊക്കെ ആണല്ലോ. എല്ലാ പശു നല്ല കാമ്പ് പശുക്കളാണ്. ഇത് 4 പല്ലേട്ടാ. 4 പല്ല് കൊമ്പുള്ള പ്രസവിക്കാനുണ്ട്. ചന പശു. ഇത് പ്രസവിക്കായിട്ടുള്ള ചന പശു കേട്ടാ. ഇത് ഒരു 18-20 ലിറ്റർ കിടക്കാം. 18-20 ലിറ്റർ പ്രതീക്ഷിക്കാം. ഈ കാണുന്നതാണോ? ഇത് ചന പശുവാണ്. പ്രസവിക്കാൻ ഉടനെ പ്രസവിക്കുന്ന ടൈപ്പുള്ളൊരു പശുവാണ്. ഇതിന്റെ പ്രൈസ് റേഞ്ച് എത്ര ആണോ? 85-90 റേഞ്ചിൽ വന്ന നല്ല ഹെവി സൈസ് 3 പശുക്കളാണ്. മഹാരാഷ്ട്രയിലേക്ക് പോകുന്നുണ്ട് അല്ലേ? കേരള എത്ര പശുക്കൾ വാങ്ങുന്നുണ്ട്? 10 എടുത്തിട്ടുണ്ട്. ഫാമാണോ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക? നേരത്തെ എടുത്തിട്ടുണ്ടോ ഇവിടുന്ന്? ഇവിടെ ആദ്യമായിട്ടാണ്. സെക്കൻഡ് ആദ്യമായിട്ടാണ്. എല്ലാം എങ്ങനെ കന്നി പശുക്കളാണോ സെക്കൻഡാണോ എങ്ങനെ എടുത്തേക്കുന്നത്? ബാക്കി സെക്കൻഡ് ആണ്. എത്ര പാലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മള്? 20 ലിറ്റർ കിട്ടുന്ന രീതിയിലുള്ള പശുക്കളാണ് എടുത്തിട്ടുള്ളത് അല്ലേ? ഏകദേശം വില നിലവരൊക്കെ എന്താ വന്നിട്ടുണ്ട്? പ്രൈസ് 70-82 വാങ്ങുന്ന പശുക്കളാണ് എടുത്തേക്കുന്നത് അല്ലേ? ബാക്കി കന്നി പശുക്കളൊക്കെ ആണോ? ബാക്കി കന്നി പശുക്കൾ 90 റേഞ്ചിലും എടുത്തിട്ടുണ്ട്. ഇവരെല്ലാം ബാക്കി 2 ടീം. ബാക്കി ഏതൊക്കെ സ്ഥലത്തേക്കാണ് പോകുന്നത്? ബാക്കി തിരുച്ചൂർ പോകുന്ന മറ്റത് പെരുമ്പാവൂർ, പിന്നെ എറണാകുളം.
വിഷമോ ശക്തിപുരമാണല്ലോ എടുത്ത് തന്നേക്കുന്നത്? ഇപ്പൊ എത്ര വർഷമായിട്ട് എടുത്ത് തരുന്നുണ്ട്? നമ്മളിപ്പോ ഒരു അഞ്ചാമത്തെ പ്രാവശ്യം അഞ്ചാമത്തെ തവണയായിട്ട് ഇവിടെ നിന്ന് എടുക്കുന്നത്. എങ്ങനെയുണ്ട് ശക്തിപുരയുടെ എക്സ്പീരിയൻസ് ഉണ്ട്? ശക്തിപുരനെ വിളിച്ചിട്ട് നമ്മൾ വരുള്ളൂ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ തൃപ്തിയുള്ളു. ഇപ്പൊ മറ്റേ ബ്രോ ആദ്യമായിട്ടാണോ? ശക്തിപുര ആദ്യമായിട്ടാണ്. ഇപ്പൊ അഞ്ചാമത്തെ തവണയാണ് ഇപ്പൊ ഇവരെടുക്കുന്ന പശുക്കളെല്ലാം നല്ല അടിപൊളി കന്നി പശുക്കൾ കേട്ടാ. എല്ലാം കന്നി നല്ല ഹെവി സൈസ് പശുക്കളാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കന്നി പശുക്കളാണ്. അതെല്ലാം രണ്ടാം പ്രശ്നം. ഇത് എവിടത്തേക്ക് എടുത്തേക്കുന്ന പശുക്കളാണോ? ഇതെല്ലാം ഇത് എവിടെ പോന്നെ? മൂന്നാറേക്ക് പോകുന്ന പശുക്കളാണ്. ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടോ? ഇതൊക്കെ 70 മുതൽ 82 വരെ ഉണ്ട്. 70 മുതൽ 82,000 വരെ പ്രൈസ് റേഞ്ചിലേക്ക് വന്ന എല്ലാം വലിയ പശുക്കളായിട്ടാണ്. നല്ല പശുക്കളായിട്ടാണ്. നല്ല ഹെവി സൈസ് പശുക്കളുണ്ട്. ഇതൊക്കെ 2 സെക്കൻഡ് തേർഡ് ലാക്ടേഷൻ ഒക്കെയാണ് അല്ലേ? സെക്കൻഡ് ലാക്ടേഷനിൽ എടുത്തേക്കുന്ന പശുക്കളാണ്. ഇപ്പൊ ഈ ഒരു മാർക്കറ്റിൽ വരണമെങ്കിൽ എപ്പോ വിളിച്ച് പറഞ്ഞു? ഇപ്പോൾ ഈ എടുത്ത പശുക്കളൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് ആവറേജ് നമുക്ക്? ഇതെല്ലാം 90 മുതൽ എടുത്തിട്ടാ. 90,000 മുതൽ സ്റ്റാർട്ട്. 90,000 വരെ എടുത്തിട്ടുണ്ട് ഈ കന്നി പശുക്കളല്ലേ ഈ റോഡ് മാർക്കറ്റ് ഇതിലാണോ? ഇപ്പൊ നമ്മളിപ്പോ ആദ്യമായിട്ടാണെങ്കിൽ ഏത് മാർക്കറ്റ് വരുന്നതാണോ നല്ലത്? ഈ റോഡ് മാർക്കറ്റ് എളുപ്പം ഏറ്റവും അടുത്ത് കിട്ടുന്നത് അല്ലേ? ഇപ്പൊ ഏത് ടൈപ്പിലുള്ള ഏത് റേഞ്ചിലുള്ള പശുക്കൾ കിട്ടുമോ? ഇവിടെ എല്ലാ റേഞ്ചിലും കിട്ടും. ഏറ്റവും കുറഞ്ഞത് നമുക്ക് എത്ര രൂപ മുതൽ പശു കിട്ടും? ഒരു 35,000 മുതൽ 1 ലക്ഷം രൂപ വരെ ഉണ്ട്. 35,000 മുതൽ 1 ലക്ഷം വരെയുള്ള പശു കിട്ടും. ഈ 35,000 വാങ്ങുന്ന പശുവിന് എത്ര പാല് കിട്ടും? ഒരു ദിവസം ഒരു 7 ലിറ്റർ. ഒരു ദിവസം ഒരു 7 ലിറ്റർ. 40-50 12 ലിറ്റർ കിട്ടും. ഇപ്പൊ ഈ 1 ലക്ഷത്തിന് വാങ്ങുന്ന പശുക്കൾക്ക് നമുക്ക് എത്ര വരെ പ്രതീക്ഷിക്കാം? 25 ലിറ്റർ വരെ നമുക്ക് ഒരു ദിവസം മേലെ 25 ഒരു ആവറേജ് കിട്ടാം. അതിന് മണ്ടക്കെട്ട് പിന്നെ നമ്മുടെ ഭാഗ്യവും പശുക്കളുടെ ക്വാളിറ്റി ഒക്കെ അനുസരിച്ചിട്ട് പേര് ചെയ്യാം. ഇത് എത്രാമത്തെ പ്രസവമാണ്? ഇത് രണ്ടാമത്തെ പ്രസവം. രണ്ടാമത്തെ പ്രസവം എത്ര ദിവസം ഗ്യാപ്പ്? ഇതിന് ഒരു 10 ദിവസം ഉണ്ട്. പാല് 25 ലിറ്റർ കിട്ടും. ഇനി മടി ഇറങ്ങാനുണ്ട്. നല്ല മടി ഇറങ്ങാനുണ്ട്. നല്ല വീതിയുള്ള അത്യാവശ്യം നല്ല വിരിപ്പുള്ള പശുവാണ്. ഇത് കന്നി. ഇത് 2 പല്ല്. 2 പല്ല് പ്രായമാണ്. അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇത്. ഹൈറ്റ് ഒക്കെ വെച്ച് നോക്കി പശു. ഇത് എത്ര പല്ല് പ്രായമാണ്? 2 പല്ല് എടുത്തേക്കുന്നതാണ് അല്ലേ? ഇവിടുന്ന് വണ്ടിക്കൂലിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വണ്ടി പശുവിനെ എത്ര എണ്ണം പുറത്ത് അത് വണ്ടി അനുസരിച്ച് എടുത്തു കൊടുക്കട്ടെ. വണ്ടിയെല്ലാം മാന്യമായിട്ട് റേഞ്ചിൽ എടുത്തു കൊടുക്കും. ബാക്കി ഡോക്ടർ സർട്ടിഫിക്കറ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരും. പിന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് വരുമ്പോഴാണ് ഇവിടുന്ന് എങ്ങനെയാണ് വരേണ്ടത്? ഈ ഒരു മാർക്കറ്റിലേക്ക് വരുവാണെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ പാലക്കാട്, കോയമ്പത്തൂർ, ഈറോഡ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാൽ മതി. അവിടെ ഇറങ്ങിയിട്ട് വിളിച്ചാൽ മതി. വിളിച്ചിട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള പശുക്കൾ വാങ്ങിത്തരും. നമുക്ക് പാർട്ടിക്ക് പിടിച്ച പശുക്കൾ മേടിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പശുക്കൾ ഇഷ്ടപ്പെടുന്ന പശുക്കളാണ് കാണിച്ചു കൊടുക്കുക. അതനുസരിച്ച് വാങ്ങിത്തരും. പശുക്കളെല്ലാം നമ്മൾ മേടിച്ചു. ഇപ്പോൾ ഈ കാണുന്ന 36 പശുക്കളാണ്. 36 പശുക്കളാണ് ഈ ഒരു ലൈനിൽ നിൽക്കുന്നത്. അത് ആ പാർട്ടിയുടെ ഇഷ്ടം അനുസരിച്ച് കടിഞ്ഞൂല് വേണ്ടോ കടിഞ്ഞൂല്, സെക്കൻഡ് സൈഡ് അങ്ങനെ എല്ലാ റേഞ്ചിലും വാങ്ങി കൊടുക്കലാണോ? മേടിച്ചു കൊടുക്കണ്ട. ഓക്കെ. അണ്ണാ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞാണോ? 70 92 21 1075. 1075. എപ്പോഴും വിളിച്ചാലും കിട്ടുവാണത്? എപ്പോൾ വിളിച്ചാലും കിട്ടും. വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഏത് സമയത്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും അല്ലേ? അപ്പോൾ ഇതേപോലുള്ള പശുക്കളെ വേണമെന്നുണ്ടെങ്കിൽ അണ്ണ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ഏതൊക്കെ മാർക്കറ്റ് നമ്മൾ എടുത്തു കൊടുക്കണം? കറ പശുക്കളെ വേണമെങ്കിൽ ഈ 3 മാർക്കറ്റാണ്. പിന്നെ കുടികളിൽ നിന്ന് വാങ്ങിക്കൊടുക്കാറുണ്ട്. ഓക്കെ താങ്ക് യു.